ഹലോ, നമ്മൾ നോക്കാൻ പോകുന്നത് AMD അല്ലെങ്കിൽ ഇൻ്റൽ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പുകളുടെ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ പെർഫോമൻസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. എൻ്റെ പേര് ശ്രീജ് KS ആൻഡ് യു ആർ വാച്ചിങ് അസസ്റ്റഡ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. യൂഷ്വലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലാപ്ടോപ്പുകളും ഒരു 3 കാറ്റഗറിയിലേക്ക് തിരിക്കാം. ഗെയിമിംഗ് ലാപ്ടോപ്സ്, പിന്നെ പെർഫോമൻസ് ലാപ്ടോപ്സ്, പിന്നെ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്സ്. തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്സ് എന്ന് പറഞ്ഞാൽ അത് ഫോം ഫാക്ടറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക. അത് മാക്സിമം തിന്നായിരിക്കും. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഈ അസ്യൂസിൻ്റെ ZenBook Go അല്ലെങ്കിൽ HP പവലിയൻ എയറോ എന്നുള്ള ലാപ്ടോപ്പുകളൊക്കെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അടുത്തതാണ് പെർഫോമൻസ് ലാപ്ടോപ്സ്. പെർഫോമൻസ് ലാപ്ടോപ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ തിൻ ആൻഡ് ലൈറ്റിൻ്റെ ഏകദേശം ഒരു സിമിലർ ഫോം ഫാക്ടർ ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടി തിക്നെസ് കൂടിയതായാലും അതിൻ്റെ പെർഫോമൻസ് കുറേ കൂടി ബെറ്റർ ആയിരിക്കും. അതിപ്പോൾ നമ്മുടെ ഇൻ്റലിൻ്റെ ഒക്കെ P സീരീസ് പ്രോസസ്സർ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പുകൾ നമുക്ക് പെർഫോമൻസ് ലാപ്ടോപ്പ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ Ryzen 5 5600U ഒക്കെ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പുകളെ നമുക്ക് പെർഫോമൻസ് ലാപ്ടോപ്സ് എന്ന് വിളിക്കാം. ഇനി അടുത്തത് ഗ്രാഫിക്സ് കാർഡൊക്കെ ഉള്ള ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് മാക്സിമം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തരുന്നൊരു കാറ്റഗറി ലാപ്ടോപ്സാണ് ഗെയിമിംഗ് ലാപ്ടോപ്സ്. ഇതിൽ ഇൻ്റലിൻ്റെയോ അല്ലെങ്കിൽ AMDയുടെയോ H സീരീസ് പ്രോസസ്സറും പിന്നെ NVIDIയുടെയോ AMDയുടെയോ ഗ്രാഫിക്സ് കാർഡും ഉണ്ടായിരിക്കും. സോ ഓബ്വിയസ്ലി ഗെയിം കളിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ടാസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പാണ് ഗെയിമിംഗ് ലാപ്ടോപ്പ്. അപ്പോൾ നമ്മൾ ഈ 3 തരം ലാപ്ടോപ്പുകളിലും ഐദർ ഇൻ്റൽ ആയാലും AMD ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മളിതിന് യൂസ് ചെയ്യാൻ പോകുന്നത് UXTU എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. അതായത് യൂണിവേഴ്സൽ x86 ട്യൂണിംഗ് യൂട്ടിലിറ്റി. ഇത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോസസ്സേഴ്സിൻ്റെ TDP അഥവാ തെർമൽ ഡിസൈൻ പവർ ആണ് മാറ്റാൻ പോകുന്നത്. TDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സർ ഏറ്റവും ഹെവി ലോഡിൽ, അതായത് ഇപ്പോൾ ഫുൾ കോർ യൂസ് ചെയ്യുന്ന ടൈമിലൊക്കെ മാക്സിമം എത്ര പവർ യൂസ് ചെയ്യും എന്നുള്ളത്. അതായത് ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് IdeaPad വിത്ത് Ryzen 5 5600H ആൻഡ് GTX 1650 ആണ്. ഇത് മാക്സിമം പവർ വലിക്കുക 45 വാട്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു 45 വാട്ടിൽ എത്ര മാക്സിമം നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഈ TDP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ OEM പറഞ്ഞ TDP അല്ലാതെ TDP മാറ്റിക്കൊണ്ട് ഐദർ ബാറ്ററി ബാക്കപ്പ് കൂട്ടുകയോ അല്ലെങ്കിൽ പെർഫോമൻസ് കൂട്ടുകയോ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ TDP എന്താണെന്ന് നമുക്ക് നോക്കി, പിന്നെ എന്താണ് UXTU എന്ന് നോക്കി, എങ്ങനത്തെ ലാപ്ടോപ്പിൽ ഇത് വർക്കാവും എന്ന് നോക്കി. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വർക്കാവുക എന്ന് നോക്കാം. ആദ്യം നമ്മൾ UXTU അതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി കസ്റ്റം വാല്യൂസ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓപ്പൺ ഹാർഡ്വെയർ മോണിറ്റർ എന്നുള്ളൊരു സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ ഇപ്പോൾ എത്ര വാട്ട് വലിക്കുന്നുണ്ട്, ഏതൊക്കെ കമ്പോണൻസ് ആണ്, എത്ര വാട്ടാണ് വലിക്കുന്നത് എന്നും കാണാൻ പറ്റും. സപ്പോസ് നിങ്ങളായിട്ട് പാരാമീറ്റർ സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കുറേ കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മൂന്നാമത് നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ ഒരു ബെഞ്ച് മാർക്കാണ്. ഈ ബെഞ്ച് മാർക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം മാറുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യം ഈ 3 ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ലിങ്കിൽ അടിയിലെ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ബാറ്ററി ബാക്കപ്പ് വേണം എന്നുള്ള ഒറ്റ കണ്ടീഷൻ ആണെങ്കിൽ ഇതിൽ സെക്കൻഡ് ടാബിൽ ഞാൻ കാണിക്കുന്ന പോലെ 3 പ്രീ ബിൽഡ് ഓപ്ഷൻസ് ഉണ്ട്: ബാലൻസ്ഡ്, പെർഫോമൻസ് ആൻഡ് ബാറ്ററി. നിങ്ങൾ ബാറ്ററി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ബാറ്ററി ബാക്കപ്പ് കിട്ടും. ബാലൻസ്ഡ് ഇടുകയാണെങ്കിൽ ഓബ്വിയസ്ലി രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ കിട്ടും. അല്ലെങ്കിൽ പെർഫോമൻസിൽ ഇട്ടാൽ മാക്സിമം പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കും നമ്മുടെ ലാപ്ടോപ്പ്. ജസ്റ്റ് ഇത്ര തന്നെയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും, എല്ലാ പാരാമീറ്റേഴ്സും UXTU തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഇനി സപ്പോസ് നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ, അഥവാ ഇതിനെ കൊണ്ട് പെർഫോമൻസ്, ബാറ്ററി ബാക്കപ്പ് കൂടുമ്പോൾ പെർഫോമൻസ് എത്ര കൊണ്ട് കുറയും, അല്ലെങ്കിൽ പെർഫോമൻസ് കൂടുമ്പോൾ എത്രത്തോളം ബാറ്ററി ബാക്കപ്പ് കുറയും എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ ബാക്കിയും കാണാം. സോ എൻ്റെ ലാപ്ടോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Ryzen 5 4600H ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നമുക്ക് AMDയുടെ പ്രോസസ്സറുകളിലാണ്. കാരണം എന്താ വെച്ചാൽ പവർ ടു വാട്ടേജ് റേഷ്യോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നത് നമുക്ക് AMDയുടെ പ്രോസസ്സറിലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇൻ്റലിലും ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 7 വാട്ടേജസിൽ ഇത് സെറ്റ് ചെയ്തു. ഏറ്റവും കുറവ് 6 വാട്ട് തൊട്ടിട്ട് ഏറ്റവും മാക്സിമം 55 വാട്ട് വരെ ഞാൻ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇതിലെല്ലാം സൈൻ ബെഞ്ച് R23 എൻ്റെ പെർഫോമൻസ് നോക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇതൊരു പെർഫോമൻസ് ഓബ്വിയസ്ലി നമ്മൾ വാട്ടേജ് കുറയ്ക്കും തോറും നമ്മുടെ പെർഫോമൻസും കുറയുന്നുണ്ട്. പക്ഷെ ഒപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം അതിൻ്റെ ടെമ്പറേച്ചർ എത്രത്തോളം കുറയുന്നുണ്ട് എന്നുള്ളതും, അതേപോലെ നമ്മൾ കുറയ്ക്കുന്ന അത്ര, നമ്മൾ എത്ര പവർ കുറയ്ക്കുന്നുണ്ടോ അതിന് ആനുപാതികമായിട്ടല്ല
പെർഫോമൻസ് കുറയുന്നത്. അതായത് ഇത് രണ്ടും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് അല്ല. അപ്പോൾ ഈ ഒരു ഫാക്ടറാണ് നമ്മൾ നമ്മുടെ ഈ ഒപ്റ്റിമൈസേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. ഓബ്വിയസ്ലി നമുക്ക് ഇപ്പോൾ 15 വാട്ട് കൊടുക്കുന്നതിൻ്റെ 3 ഇരട്ടി പെർഫോമൻസ് 45 വാട്ട് കൊടുക്കുമ്പോൾ വരുന്നില്ല. അല്ലെങ്കിൽ 25 വാട്ടിൽ ഏകദേശം ഒരു 80-82% വരെ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് മാക്സിമം ഉള്ള ഒരു വാട്ടേജിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് നമുക്ക് എത്രത്തോളം പവർ വരും, നമുക്ക് വേണ്ട ഒരു പവറിൻ്റെ പ്രൊഫൈൽ ഏത് വരെയാണ് എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ തീരുമാനിക്കാം. ഇനി ഈ തീരുമാനിച്ചൊരു വാല്യൂ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാം, എൻ്റെ കയ്യിൽ 6 വാട്ടിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് പെർഫോമൻസ് ഡിപ്പ് വരുന്നുണ്ട്. 10 വാട്ടിലുള്ളതിനേക്കാളും 1/3 കുറവാണ് നമുക്ക് 6 വാട്ടിൽ വരുമ്പോഴുള്ള ഡിഫറൻസ്. ഇതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രൊസസ്സർ ഐഡിലായിരിക്കുമ്പോഴും ഏറ്റവും കുറവ് ഒരു നല്ല വാട്ട് എടുക്കും. അതായത് ഇതിൻ്റെ ജസ്റ്റ് ഐഡിലായി കിടക്കുമ്പോൾ തന്നെ ഏകദേശം 4 അല്ലെങ്കിൽ 5 വാട്ടിൻ്റെ അടുത്ത് പവർ ഇത് യൂസ് ചെയ്യും. സോ എഫക്റ്റീവ്ലി നമ്മൾ 6 വാട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 വാട്ട് കൊടുക്കുന്നതിന് സമമാണ്. നേരെ മറിച്ച് 10 വാട്ട് കൊടുക്കുകയാണെങ്കിൽ 5 വാട്ട് പെർഫോമൻസിന് വേണ്ടി മാത്രം കൊടുക്കുന്നതിന് സമമാണ്. ആപ്പിളിൻ്റെ പ്രൊസസ്സേഴ്സ് കണ്ടിട്ടുണ്ടാകും, അത് ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ഒരു 10 അല്ലെങ്കിൽ 11 മണിക്കൂർ നോർമലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. അപ്പോൾ അതിന് മെയിൻ റീസണും ഈ ഒരു ഐഡിൽ ഡ്രെയിൻ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ Ryzen 5 പ്രൊസസ്സർ വെറുതെ ഐഡിലായിട്ട് ഞാനിപ്പോൾ ഒരു വെബ് ബ്രൗസ് മാത്രമാണ് ചെയ്യുന്നതെങ്കിലും ഒരു 3 to 5 വാട്ട് എപ്പോഴും വലിച്ചുകൊണ്ടിരിക്കും. 6 വാട്ടിൽ നിന്ന് 10 വാട്ടിക്ക് വലിയൊരു ജമ്പ് വരുന്നുണ്ട്. 6 വാട്ടിൽ നിന്ന് 10 വാട്ട് എത്തുമ്പോൾ തന്നെ ഏകദേശം 3000 സ്കോർ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 15 എത്തുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്കോർ എത്തുന്നുണ്ട്. അതായത് 3/1 പവർ വെച്ചിട്ട് 50 അല്ലെങ്കിൽ 70% എടുത്തുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പ് യൂഷ്വലി യൂസ് ചെയ്യുന്നതും ഈ ഒരു 15 വാട്ട് റേഞ്ചിലാണ്. 15 വാട്ടിൽ വെച്ച് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫാന് കറങ്ങാരേ ഇല്ല. ലൈക്ക് അത്യാവശ്യം ഒരു ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോഷോപ്പ്, വീഡിയോ എഡിറ്റിംഗ് അങ്ങനത്തെ ഹെവി ടാസ്ക് ചെയ്യുമ്പോൾ അല്ലാതെ എനിക്ക് ഹാങ്ങും ഉണ്ടാവില്ല. ബ്രൗസിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് കാര്യത്തിനായാലും നമുക്ക് ഈ ഒരു പെർഫോമൻസ് തന്നെ ധാരാളമാണ്. ഞാൻ വേറെ കമ്പാരിസൺ കൊടുക്കാം. എൻ്റെ ലാപ്ടോപ്പ് 15 വാട്ടിൽ തരുന്ന പെർഫോമൻസിൻ്റെ സെയിം പെർഫോമൻസാണ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങുന്ന ഇൻ്റലിൻ്റെ i5 11300H എന്നുള്ള പ്രൊസസ്സർ അതിൻ്റെ മാക്സിമം DGB കോൺഫിഗറേഷനായ 35 വാട്ടിൽ നമുക്ക് തരുന്നത്. ഇനി നമ്മളത് കഴിഞ്ഞിട്ട് ഒപ്പം തന്നെ നമുക്ക് ഒന്നുകൂടി കാണാം, നമുക്ക് ഈ 15 നിന്നും 25 പോകുമ്പോൾ കുറേ കൂടി വലിയ ഗെയിം കിട്ടുന്നുണ്ട്. പിന്നെ പക്ഷേ 35 പോകുമ്പോൾ കുറച്ചുകൂടി ചെറിയ കുറവാണ്. പിന്നെ നമുക്ക് അതിൽ നിന്നും കൂടുതൽ പോകുമ്പോൾ 45 പോകുമ്പോൾ ചെറിയൊരു ഗെയിന്, പിന്നെ 55 പോകുമ്പോൾ ഭയങ്കര മിനിമലായിട്ടുള്ള ഒരു ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചേഞ്ച് ഒരിക്കലും ലീനിയറില്ല. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് മാക്സിമം പെർഫോമൻസ് വേണോ അല്ലെങ്കിൽ മാക്സിമം ബാറ്ററി ബാക്കപ്പ് വേണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻബിറ്റ്വീൻ ആയിട്ട് ഏതെങ്കിലും വാല്യൂ വേണോ എന്ന്. ഇനി ഞാൻ ഇതേപോലെ ഇതിപ്പോൾ നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഈ സോഫ്റ്റ്വെയറൊക്കെ വെച്ച് നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമുക്കിതെങ്ങനെ സേവ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ UXTU സോഫ്റ്റ്വെയർ തുറക്കുക. എന്നിട്ട് ഇതിൽ പോയാൽ നിങ്ങൾക്ക് പ്രീസെറ്റ് അല്ലെങ്കിൽ ഇത് കോൺഫിഗർ ചെയ്യാനുള്ളൊരു ടാബ് കാണും. ഇതിൽ നമുക്ക് കാണാം നമുക്ക് വേണ്ട വാല്യൂസൊക്കെ കോൺഫിഗർ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ വെക്കാൻ പറ്റുന്നത് മാക്സിമം DGBയും പിന്നെ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറായാൽ എത്ര ആയാൽ ടോട്ടലാവണം അല്ലെങ്കിൽ മാക്സിമം എത്ര TDP കൊടുക്കണം എന്നുള്ളത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇതേപോലെ തന്നെ ഇതൊക്കെ ടിങ്കർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് വേണ്ട ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് എത്തുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രീസെറ്റ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പവറിന് വേണ്ടിയിട്ട് മാക്സിമം 55 വാട്ട് എത്തുന്ന പോലെ വയ്ക്കാം. അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ബാറ്ററി ബാക്കപ്പ് കൂടുന്ന തരത്തിൽ വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ചാർജ് ഉള്ളപ്പോൾ ഒരു പ്രൊഫൈൽ മാക്സിമം പെർഫോമൻസ് ലെവൽ വയ്ക്കാം. ചാർജിൽ നിന്ന് എടുത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു പവർ സേവിങ് മോഡിലേക്ക് പോകുന്ന പോലെ സെറ്റ് ചെയ്യാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓബ്വിയസ്ലി കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം കുറച്ചുകൂടി എക്സ്ട്രാ ഹെൽപ്ഫുൾ ആവുക AMD പ്രൊസസ്സേഴ്സിനാണ്. കാരണം എന്താ വെച്ചാൽ AMD പ്രൊസസ്സർ ഈ ഒരു ഗ്രാഫിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെയാണ്. പക്ഷേ ഇൻ്റലിൻ്റെ ഗ്രാഫിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇൻ്റൽ കുറച്ചുകൂടി പെട്ടെന്ന് ഡിപ്പാവും. അതായത് മാക്സിമം ഒരു 35 വാട്ടെങ്കിലും കിട്ടിയാലാണ് അത് ആവശ്യത്തിനുള്ള പെർഫോമൻസ് തരുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പക്ഷേ വേറൊരു എക്സ്ട്രാ കാര്യമുണ്ട്. അതായത് ഒരിക്കലും നമ്മുടെ പ്രൊസസ്സർ ഫുൾ ഈ ഒരു മാക്സിമം ലോഡിൽ അല്ലെങ്കിൽ മാക്സിമം TGBയിൽ വർക്കാവില്ല. ഇത് യൂഷ്വലി ഇതേപോലെ തന്നെ മിനിമമാണ് യൂസ് ചെയ്യുള്ളൂ. ഇത് എപ്പോഴാണ് എക്സ്ട്രാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ആപ്പ് തുറക്കുമ്പോൾ അപ്പോഴൊക്കെയാണ് ഇത് എക്സ്ട്രാ വാട്ട് വലിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ മാക്സിമം തിയററ്റിക്കലി വലിക്കുന്ന ഒരു വാല്യൂ ആണ് TGP എന്ന്. പക്ഷേ TDP എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല.
ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ വാല്യൂ മാക്സിമം 45 വാട്ടാണെങ്കിലും എനിക്ക് വേണമെങ്കിൽ അതിൽ ഒരു 50-55 വാട്ട് വരെ വലിക്കുന്നത് കാണിച്ചു തരാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരുവിധം എല്ലാ മോഡേൺ പ്രോസസ്സേഴ്സും ഡൈനാമിക് ബൂസ്റ്റിംഗ് എന്നുള്ള ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ആപ്പ് പെട്ടെന്ന് തുറക്കുമ്പോൾ മാക്സിമം പവർ കൊടുത്തിട്ട് ഏറ്റവും സ്പീഡിൽ ആ സാധനം ഓപ്പൺ ആക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലത്തെ വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക കമൻസിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.